ഇന്നതാ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. എടുത്ത് വന്നപ്പോൾ നോക്കി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആകെ ഉണ്ട് 7 മിനിറ്റ്. അപ്പോൾ ഞാൻ ഇടണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ കരുതി ഇവിടെ കിടക്കട്ടെ എന്ന്. അപ്പോൾ രാവിലെ ഇതും മദ്രസിട്ട് വന്ന് ആ ഒരു സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. ഒന്ന് നല്ല ദോശയും മീൻകറി ഉണ്ട്. ഇന്നലെ മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അത് നല്ലോണം തിളപ്പിച്ച് വെച്ചു. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എടുത്തിട്ട് ഒന്നുകൂടി തിളപ്പിച്ചതാണ്. ഒരു നല്ല അടിപൊളി ഒന്നുകൂടി ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും പിന്നെ ദോശയൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ അവിടെ കിടക്കുകയാണ് കേട്ടോ. ക്ലീനിങ് പരിപാടി ഒന്നും കഴിഞ്ഞിട്ടില്ല, എല്ലാം ചെയ്യാനുണ്ട്. എന്നാൽ ചൂടാണ്ടാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. നമുക്ക് അടുക്കളയൊക്കെ തന്നെ കയറാനും മടി, പിന്നെ എന്ത് ജോലി ചെയ്യാനാണെങ്കിലും ഭയങ്കര മടി. നമുക്കൊന്ന് അടിച്ചു വാരിയത് ചെയ്യുമ്പോൾ ഒരു ചൂടെടുക്കും, വിയർക്കും. അപ്പോൾ പിന്നെ ഒക്കത്തിൻ്റെ ഒരു മടി. അപ്പോൾ മൊത്തത്തിലൊരു എന്താ പറയുക, സ്ലോയിലാണ് എല്ലാ പരിപാടികളും നടക്കുന്നത് കേട്ടോ. കിടന്നു എണീറ്റും ഇരുന്നു ഫാൻ്റെ കാറ്റ് കൊണ്ടിട്ടൊക്കെ ഇങ്ങനെ ഓരോരോ പണികൾ ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഫുഡടിയൊക്കെ കഴിഞ്ഞ് നേരെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടാണ് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നിന്നത്. ഇന്നിപ്പോൾ നമ്മൾ സാധാ ചോറാണ് ഉണ്ടാക്കുന്നത്. ഇതും ഇങ്ങനെ ഞൊടി കിട്ടോ. ഈ സാധാ ചോറ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പറയും, അമ്മച്ചേ ഈ ചോറുണ്ടാക്കല്ലേ അമ്മച്ചേ, നെയ്ച്ചോറ് ഉണ്ടാക്കുക എന്നൊക്കെ പറയും. പക്ഷേ ഈ ചൂടത്ത് നമുക്ക് അധികം എന്നിപ്പോൾ ഈ നെയ്ച്ചോറ് ഇങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ മക്കളല്ലേ, ഓൽക്ക് പിന്നെ അതൊന്നും പ്രശ്നം ഉണ്ടാവില്ല. നമുക്കിപ്പോൾ സാധാ ചോറ് കാണാനല്ലേ, കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം. ഞാൻ അധികം ഇപ്പോൾ ഉച്ചക്ക് ഓട്സൊക്കെയാണ് കേട്ടോ കഴിക്കാറുള്ളത്. ഓട്സൊക്കെ ഇച്ചിരി ഈത്തപ്പഴം ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കാറില്ല. എനിക്ക് പിന്നെ കഞ്ഞി ഇഷ്ടമല്ല. മൂപ്പര് ചിലപ്പോൾ കഞ്ഞിയൊക്കെ കുടിക്കും. ഞാൻ പിന്നെ ജസ്റ്റ് ഈത്തപ്പഴം 2 ബദാമൊക്കെ മുറിച്ചിട്ടിട്ട് അങ്ങനെ ഓട്സൊക്കെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. നമുക്ക് ഈ ഉച്ച ടൈമിൽ ആ വെയിലിങ്ങനെ കുത്തി നിൽക്കുന്ന ടൈമിൽ നമുക്ക് ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും ഇപ്പോൾ കഴിക്കാൻ തോന്നില്ലല്ലോ. അധികം നമ്മൾ കുറച്ചൊരു ഹെവി ആവല് വൈകുന്നേരം രാത്രിയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ചോറൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ വേഗം പാത്രം കഴുകിക്കാണ്. അപ്പോൾ വെള്ളം ചൂടാകുമ്പോഴേക്കും നമുക്ക് പാത്രം കഴുകൽ പരിപാടികൾ തീർക്കാമെന്ന് കരുതി ഇപ്പോൾ ഫുഡ് കഴിച്ച പാത്രങ്ങളുള്ളൂ കേട്ടോ. രാവിലെ നമ്മൾ ദോശ ചുട്ടയും പിന്നെ കഴിച്ച് ചായ ഉണ്ടാക്കി ചായ കുടിച്ചാൽ ആ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേഗം അരിയിടാന്ന് കരുതി. ഏതായാലും അതൊക്കെ കഴുകി വൃത്തിയാക്കി അവിടേക്ക് ഒന്ന് തുടച്ച് വെച്ചു. അപ്പോഴേക്ക് വെള്ളം ഇങ്ങനെ ചൂടായി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് ആ അരിയാണ് എടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അതിക്ക് ആവശ്യത്തിനുള്ള അരിയൊക്കെ എടുത്തു. ഞങ്ങളിവിടെ ഒരു 2-3 ഗ്ലാസ് അരിയാണ് കേട്ടോ വെക്കാറുള്ളത്. എൻ്റെ ഈ ഒരു കുഞ്ഞു ഗ്ലാസ്സാണ് കേട്ടോ. ഈ ഗ്ലാസ് എറിയുന്നത് പിന്നെ അതിൻ്റെ 6 ഗ്ലാസ് എനിക്ക് 1 കിലോനാണ്. അപ്പം ഞാനൊരു ഏകദേശം കണക്കനുസരിച്ചാണ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ അടുത്ത് നമ്മൾ അളക്കുന്ന നാഴിയൊന്നും ഇല്ല കേട്ടോ. പണ്ട് കുറച്ച് മുമ്പ് ഉണ്ടായിരുന്നത്, പൊട്ടിപ്പോയതിന് ശേഷം പിന്നെ വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ഞാനായിട്ടൊരു അളവ് പാത്രം കെട്ടി ഒരു ഗ്ലാസ് വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ആക്കിക്കാണ് കേട്ടോ. എന്തായാലും ഒരു 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഉച്ചക്ക് രാത്രിയും കഴിക്കാനുണ്ടാവും. പോരാത്തിന് നമുക്ക് ദോശയ്ക്കോ അങ്ങനെ പിന്നെ അരക്കാനോ ഒക്കെ ബാക്കി ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ളത് ഫ്രിഡ്ജിക്കും വെക്കും ഞാൻ. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എപ്പോഴെങ്കിലല്ലേ നമ്മൾ സാധാ ചോറ് വെക്കണം. അപ്പോൾ പെട്ടെന്ന് ദോശയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൊക്കെ ചുടണമെന്നുണ്ടെങ്കിൽ അധികം ചോറില്ലാത്തൊരു പ്രശ്നം വേണ്ടല്ലോ. അപ്പോൾ ഞാൻ വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെക്കും. പിന്നെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ അങ്ങനെ നന്നായിട്ട് അടച്ചങ്ങനെ വെക്കും. എന്നാലും ഒരു 3-4 ദിവസം വെക്കാം. അല്ലെങ്കിൽ പിന്നെ ഒരു വേറെ കളറായി വരൂലേ ചോറും. എന്തായാലും ഞാൻ ആവശ്യത്തിനുള്ള അരി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി അടുപ്പത്ത് വെച്ചു. ഇനി ഞാൻ വേഗം ചിക്കനും മീനൊക്കെ പൊരിക്കാനുണ്ട്. എല്ലാം ഫ്രിഡ്ജിൽ മസാല തേച്ച് വെച്ചതുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 2-3 ആൾക്കാർ മാത്രം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും അങ്ങനെ തീരാറില്ല. കുറേ ദിവസത്തിന് അങ്ങനെ ഉണ്ടാവും. നമ്മൾ ആവശ്യത്തിനുള്ള അങ്ങനെ പൊരിക്കലുള്ളൂ. അപ്പോൾ അത് അന്ന് ഇമ്മയും ഓലൊക്കെ വന്ന് പോലും മടങ്ങുന്ന ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നു ചിക്കൻ. അപ്പം അതും ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ഉമ്മാക്ക് വാങ്ങിയ മീനുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഈ 2 കഷ്ണം മൂപ്പർക്ക് മീനും പൊരിക്കും, ഞങ്ങൾക്ക് ചിക്കനും പൊരിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ രണ്ടും ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഫ്രീസറിൽ വെക്കാഞ്ഞിട്ടും ഭയങ്കര ഒരു ഉറച്ച് നിൽക്കുന്നുണ്ട്. ഏതായാലും അതിന് ഞാനൊരു 3-4 കഷ്ണം എടുത്തിട്ട് ചിക്കൻ ആദ്യം പൊരിക്കാനും കേട്ടോ. ചിക്കൻ പൊരിച്ച് വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് പിന്നെ മീൻ പൊരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആ ഒരു മണം വരണ്ടല്ലോ, മീൻ പൊരിച്ചതിൻ്റെ ഒരു ചോയ നമുക്ക് ഈ ചിക്കനിക്ക് വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ചിക്കൻ വറുത്ത് കോരി പിന്നെ മീൻ പൊരിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴേക്കും നമ്മുടെ ചോറ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. റേഷൻ കടയിലുള്ള അരിയല്ലേ. അപ്പം പിന്നെ ഒരു നല്ല രീതിയിൽ ഒരു 10-20 മിനിറ്റ് തിളച്ചാൽ തന്നെ ചോറ് പെട്ടെന്ന് വേവും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അത് ഊറ്റി വെക്കട്ടെ എന്ന് കരുതി അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. പിന്നെ അധികം കെട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ കഞ്ഞിയാവും. ഒന്ന് ജസ്റ്റ് നമ്മുടെ കണ്ണ് തെറ്റിയാൽ തന്നെ കഞ്ഞിയാവും കേട്ടോ. അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം. നമ്മളെപ്പോഴാണോ അടുക്കളയിൽ നമുക്ക് വേറെ പണികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു അരി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ വെന്തകണം ഇങ്ങനെ നോക്കും. അപ്പോൾ അങ്ങനെ വെന്തതാ നമ്മൾ ആ പാത്രത്തേക്ക് ഇങ്ങനെ ഊറ്റിയിടുന്നുണ്ട്. ഈ ഒരു പാത്രത്തിനുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ കഴിച്ച് കഴിഞ്ഞ് ഇതിൽ തന്നെ നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ, അതാണല്ലോ നല്ലത്. അപ്പോൾ അങ്ങനെ ഏതായാലും ഊറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇനി കുറച്ച് ചീര ഉണ്ട് കേട്ടോ. നാൾ വന്നപ്പം മഞ്ചേരിയിൽ നിന്ന് വന്നപ്പം
കുറച്ച് ചീര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാം. അപ്പോൾ എന്നോട് ചോദിച്ചു ചീര വേണോ, ഇവിടെ ഉണ്ട് കുറച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ കൊണ്ടുവന്നോളി എന്നും പറഞ്ഞ് പിന്നെ ഇതാ ചീര കൊണ്ടുവന്നതാണ്. ഉമ്മ കട്ട് ചെയ്ത് കൊണ്ടുവരും കേട്ടോ. അവിടെ ഉമ്മക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരാളുള്ളതുകൊണ്ട് ഓല് പച്ചക്കറികളൊക്കെ ആഴ്ചയിൽ 2 പ്രാവശ്യമായിട്ട് പച്ചക്കറി വരും തോന്നുന്നു, വീടിൻ്റെ മുന്നിലേക്ക് വരും. അപ്പോൾ അമ്മ അവിടുന്ന് വാങ്ങിയിട്ട് എന്ത് ചെയ്യും, പിന്നെ ഈ വരുന്ന ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേച്ചി ഓള് ഒക്കെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസ് എല്ലാ വെജിറ്റബിൾസും നമുക്കിപ്പോൾ ഉണ്ടാക്കണോ തോന്നിയാൽ അപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്ത് വെക്കും. അപ്പോൾ സുഖം കേട്ടോ. ഉമ്മാക്ക് ഇനിയിപ്പോൾ അരിയുന്ന ആ ഒരു ഇതൊന്നുമില്ല. അപ്പം അങ്ങനെ അരിഞ്ഞു വെച്ച ചീര ഉണ്ടാകുമ്പോൾ പിന്നെ എനിക്കും കൊണ്ടുവരുമ്പോൾ ഞാൻ കൊണ്ടുവന്നോളി എന്ന് പറഞ്ഞ് എനിക്ക് ഇനി അറിയാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അത് കൊണ്ടുവന്നിട്ട് അപ്പോൾ ഞാൻ കുറച്ച് അതായത് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് കുറേ ചീര ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട്, കാരണം കറി ഓൾറെഡി ഇന്നലത്തെ മീൻ കറി കുറച്ചുണ്ട്. അപ്പം നമ്മൾ രാവിലെ കൂട്ടിയില്ലേ, അപ്പോൾ അതും കുറച്ചുണ്ട്. കാരണം മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ അധികം വേറെ നമുക്കൊന്നും നോക്കൂല, മൂപ്പര് അത് തന്നെയാണ് കഴിക്കുക, ചോറുക്കായാലും എന്തൊക്കെയായാലും. അപ്പോൾ പിന്നെ ഞാൻ കരുതി കുറച്ച് താളിപ്പ് പോലെ ഉണ്ടാക്കിയതാണ്. പക്ഷേ കഞ്ഞിവെള്ളം അധികം ഒഴിക്കാതെ ചീര കൂടുതലായിട്ട് വരുന്ന രീതിയിൽ അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു കുറുന്നനെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ചീരൻ്റെ ടേസ്റ്റ്. അപ്പോൾ മുരിങ്ങയിൽ ഉണ്ടാവും, ചീരൻ്റെ ഇല ഉണ്ടായാലും എനിക്ക് ചീരൻ്റെ ഇലൻ്റെ ഒരു ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു നിരന്ന് മേശപ്പുറത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. വെറുംചോറ് ആയതുകൊണ്ട് തന്നെ ഇതുമോൻ എന്ന് വലിയ സന്തോഷമൊന്നുമില്ല. ഓള് കാണാനില്ല, ഓളാണെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ പിന്നെ വിളിച്ചുണർത്തി കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. മൂപ്പര് നിസ്കരിക്കാൻ വേണ്ടി. ഇപ്പോൾ ഇന്ന് ഒരു എന്താ പറയുക തലവേദന പോലെ, പിന്നെ ഭയങ്കര വെയിലും, അപ്പം പള്ളിയിൽ പോയിട്ടില്ല. അപ്പോൾ മൂപ്പരവിടെ അതുണ്ടാക്കിയിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും വർത്തമാനം പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ തിന്ന് കഴിഞ്ഞതിന് ശേഷമാണ് മൂപ്പര് വന്നത്. അപ്പോൾ ഞാൻ ചീരൻ്റെ ഇല ഉണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ചോറിട്ടിട്ട് കൂടുതൽ ഇല ഇട്ടിട്ട് ഞാൻ കഴിച്ചിട്ട് എനിക്കത് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ഇച്ചിരി ചോറിട്ടുകൊണ്ട് അങ്ങനെ കഴിച്ചു. പിന്നെ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് കഴിക്കുന്നത്. ഇനിയിപ്പോൾ കാര്യമായിട്ട് ഈ വെയിലിൻ്റെ ചൂടുകൊണ്ട് എന്താ അറിയില്ല, കിച്ചണത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ പോയി കിടക്കുക എന്നുള്ളത് മാത്രമാണ് മെയിൻ. പിന്നെ ആ കിടക്കുന്ന ടൈമിലാണ് നമ്മുടെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടോ, സ്റ്റിച്ചിങ്ങൊന്നും കാര്യങ്ങളൊന്നും നടക്കണില്ല. എന്നാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷങ്ങൾ. ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് തുത്തു വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ, അവളോട് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയുള്ളൂ കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നാളെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.